സാറേ ഇവിടെയാണ് നമ്മൾ ഒളിച്ചിരിക്കുന്നത്. നിനക്ക് ഇവിടെ ഒളിച്ചിരിക്കാൻ കണ്ടോളാടാ. പിന്നെ എയർപോർട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ പറ്റും. കൊല്ലി ഞാൻ സത്യം പറയടാ. ഇവിടെ എവിടെയാടാ നീ തൊണ്ടി മുതൽ ഒളിപ്പിച്ചിട്ടിരിക്കണത്? അവിടെയാ? ഇവിടെ തോണ്ടിയപ്പോഴാണ് ഞാൻ അണലിക്കുഞ്ചിനെ കണ്ടത്. കൊല്ലിഞ്ഞ എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. സത്യം പറടാ, ഇവിടെ എവിടെയാടാ നീ തൊണ്ടി പോലെ സൂക്ഷിച്ചിരിക്കണേ? നിന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സാധനവും ഞാൻ പൊക്കും. പറടാ. സാർ ഇത് അഴിച്ചു വിട്ടാലേ എനിക്ക് തൊണ്ടി പോലെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അഴിച്ചു വിട്ടുള്ള കളി എന്നും വേണ്ട. ഇടാ, കഴിഞ്ഞ മാസം നിന്നെ കോടതിയിൽ നമ്മളെ സുരേഷ് കോൺസ്റ്റബിൾ കൊണ്ടുപോയായിരുന്നു. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ നീ എന്ത് പറഞ്ഞു? നിനക്ക് മൂത്രം ഒഴിക്കണോ? അവസാനം ആ മൂത്രപ്പരയുടെ മുമ്പേ കോൺസ്റ്റബിൾ 1.5 മണിക്കൂറാണ് കുത്തിയിരുന്നത്. അവസാനം അകത്ത് കയറി നോക്കിയപ്പോ എന്തുവാ? മൂത്രവും ഇല്ല, നീയും ഇല്ല. എന്റെ പൊന്ന് സാറേ, ആ ബസ് സ്റ്റാൻഡിലെ ബാത്റൂം സാറ് കയറിയിട്ടുണ്ടോ? ഒറ്റ മനുഷ്യന് കയറാൻ പറ്റില്ല, അത്രയ്ക്ക് വൃത്തികെട്ട ബാത്റൂം. ഞാൻ അകത്ത് കയറിയപ്പോ എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റാത്തോണ്ട് അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അതുവഴി വെളിയിൽ ചാടി. എന്നിട്ട് അപ്പുറത്ത് നിന്ന് മൂത്രം ഒഴിച്ച് തിരിച്ച് ആ ഹോൾ വഴി കയറാൻ നോക്കിയപ്പോ നടക്കില്ല. പിന്നെ ഞാൻ അതുവഴി വീട്ടിൽ പോയി. അങ്ങനെ പോവാതിരിക്കാനാണ് ഈ പരിപാടി ഇട്ടേക്കുന്നത്. ഇനി നീ എവിടെ പോയാലും ഞാനും കൂടെ വരും. സത്യം പറടാ, എവിടെയാടാ തൊണ്ടി മുതലിട്ടിരിക്കണത്? തൊണ്ടി മുതൽ എടുത്തു തരാം. എടുത്ത് തന്നേ പറ്റൂ. ആ തൊണ്ടി മുതലോട് കൂടി നിന്നെ എനിക്ക് സിഐയുടെ മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് വേണം സിഐയുടെ മുമ്പ് എനിക്കൊന്ന് നെളിഞ്ഞ് നിൽക്കാൻ. അത് മാത്രമല്ല, നിന്നെ കൊണ്ടൊന്ന് വക്കീലിന്റെ ചേംബറിൽ ഹാജരാക്കും. ചേമ്പലക്കാട്ടിലല്ല, താമരക്കുളത്തിൽ. സത്യം പറടാ, പറ നോക്കാം. ഇവിടെയാണ്? ഇവിടെ അല്ല സാറേ. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു മൂർഖനെ അടിച്ചു വന്ന് അവരച്ഛനും അമ്മയും ചോദിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. നീ ചുമ്മാ പേടിപ്പിക്കുന്നു സാറേ. ഇവന്റെ അയൽവക്കത്തുള്ളതാ. ഓഹോ, അപ്പൊ കള്ളന് കഞ്ഞി വെച്ചവൻ? അയ്യോ, കഞ്ഞി സാറേ, കഞ്ഞിയൊന്നും വെക്കാറില്ല ഞങ്ങൾ. ഞാൻ ഇവന്റെ അയൽവക്കക്കാരനാണ്. കാര്യം പറ. കാര്യം ഇവന്റെ ഭാര്യ ഉണ്ടല്ലോ സാറേ, ഇവന്റെ ഭാര്യ ഇപ്പൊ എന്റെ കൂടെയാ. ഇവിടെ എവിടെയോ അവിഹിതം നടക്കുന്നു. പിടിച്ചപ്പോ സൗണ്ട് പോയി സാറേ. കാര്യം പറഞ്ഞേ. അതായത് സാറേ, ഇവന്റെ ഭാര്യ ഉണ്ടല്ലോ, 2 ദിവസമായിട്ട് എന്റെ അടുത്ത് ഭയങ്കര സങ്കടം, ഇവനെ കാണണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ തെളിവെടുക്കാനായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, നമുക്ക് അവിടെ പോയി കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഇവന്റെ ഭാര്യ കാണാൻ എന്റെ കൂടെ അവിടെ ഉണ്ട്. സുഹൃത്തെ, ഇവിടെ നടക്കുന്നത് തെളിവെടുപ്പാണ്, അല്ലാതെ വിളവെടുപ്പല്ല. അത് നടക്കത്തില്ല. അങ്ങനത്തെ ഒരു പരിപാടിയും ഞാൻ സമ്മതിക്കത്തില്ല. സാറേ, വേണ്ട, ഇവനെ കാണാൻ വേണ്ടിട്ട് ഇവന്റെ ഭാര്യ ഉണ്ടല്ലോ സാറേ, ഇന്നലെ അച്ചപ്പം, കുഴലപ്പം, മുറുക്ക്, ഉണ്ണിയപ്പം, ബോണ്ട, അവനെ ഒരു 7 ഐറ്റം പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടാണ് അവള് വന്നിരിക്കുന്നത്. 8 ഐറ്റം പലഹാരം കൊണ്ടൊരു എവേന്താടാ ഗർഭിണി? അതല്ല സാറേ, ഇവന് പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. അവള് നന്നായിട്ട് പലഹാരം ഉണ്ടാക്കുകയും ചെയ്യും സാറേ. നടക്കത്തില്ല ആ പരിപാടി ഒന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. പോ സാറേ, ഇങ്ങനെ കണ്ണിച്ചോരല്ലേ പറയല്ലേ സാറേ? പറ്റത്തില്ല. സാറിനാണ് ഈ അവസ്ഥയെങ്കിൽ സാർ അനുവദിക്കൂലേ സാർ? എനിക്ക് ആ അവസ്ഥ വരത്തില്ലല്ലോ, ഞാൻ പോലീസ് അല്ലേ. അങ്ങനെയൊന്നും സാറ് പറയല്ലേ. സാർ ഇപ്പൊ ഒരു കൈക്കൂലി വാങ്ങിച്ച ഒരു 5000 രൂപ സാറിനെ പിടിച്ചു. സാറിന്റെ മേലുദ്യോഗസ്ഥൻ പിടിച്ച് സാറിനെ ജയിലിലേക്ക് കൊണ്ടുവന്നു. പോണ വഴിയിൽ ആൾക്കാർ ചെരുപ്പ് മലയെല്ലാം ഇട്ട് വരുന്നു. സാറിന്റെ കുടുംബക്കാരൊക്കെ അറിഞ്ഞ് നാണക്കെടായി. അങ്ങനെ കൊണ്ടുവരുമ്പോൾ സാറിന്റെ ഭാര്യ ഇങ്ങനെ കാണാൻ വന്നാൽ സാർ അനുവദിക്കൂലേ? അവളെ വിളി. പിന്നെ ഒരു കാര്യം, ജസ്റ്റ് കാണുക, പോവുക. സാറേ, ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് ഒന്നും പറ്റൂല. 2 മണിക്കൂർ മതി. 2 മണിക്കൂറല്ല, 2 മിനിറ്റ്. വിലാസിനി, അത്രയും ദൂരെ നിന്നുള്ള കണക്കൊക്കെ മതി, അടുത്ത് പോകാൻ പറ്റത്തില്ല. സാറേ, സാറിന്റെ ഭാര്യയാണ് ഈ അവസ്ഥയിലെങ്കിൽ സാർ അനുവദിക്കൂലേ സാറേ? സാറേ, അത് പറ്റത്തില്ല സാറേ, ഒന്ന് കണ്ടോട്ട് സാറേ. എടാ, എനിക്കൊരു സംശയം. നിന്റെ ഭാര്യ എന്താ കഥകളിക്കാരിയാ? മുഖത്ത് മൊത്തം മറ്റേ മുദ്രകൾ പറഞ്ഞു. അയ്യോ സാറേ, അത് കഥകളി മുദ്ര അല്ല. പിന്നെ എന്റെ ഭാര്യ കണ്ണീർ സീരിയലിന്റെ സ്ഥിരം ഒരു പ്രേക്ഷകയാണ്. അതിന്റെ ഈ കരച്ചിലിന്റെ മുദ്രകളാണ് ഈ മുഖത്ത് കാണുന്നത് ഇങ്ങനെ. ഓ, അങ്ങനെ. ചേട്ടാ, എന്റെ ചേട്ടനെ ഞാനൊന്ന് തൊട്ടോട്ടെ സാറേ. ശരി ശരി ശരി, പെട്ടെന്നാവണം. പോ പോ പോ. ഒന്നുമില്ല. സംസാരിച്ചോ. ചേട്ടന് വേണ്ടിട്ട് ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നറിയോ? മുറുക്കുണ്ടോ? നോക്കട്ടെ.
ശബ്ദം ഉണ്ടാക്കാതെ തിന്നടാ, ശബ്ദം ഉണ്ടാക്കാതെ തിന്നെ. സാറേ മുറുക്ക് ആര് ചവച്ചാലും കറുമുറും ശബ്ദം കേൾക്കും. പെങ്ങളെ, ശബ്ദമില്ലാത്ത പലഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടു. ഉഴുന്നവടയുണ്ട്. ഉഴുന്നോടെ കൊടുത്തോ, കുഴപ്പമില്ല. നന്നായിട്ട് പലഹാരം ഉണ്ടാക്കും കൊച്ചു. നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട. നല്ലതാ സാറേ. തന്നെ എന്നാ ഇത്തിരി ചട്നിയും കൂടെ എടുക്കൂ. അയ്യോ, മുഴു പട്ടിണിയാ കുടുംബത്തിൽ ചേട്ടൻ പോയ പിന്നെ. ചേട്ടൻ നിരപരാധിയാന്ന് എനിക്കും എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം. ചേട്ടൻ ഈ ഗതി വരുത്തിയ എല്ലാ ഏമാന്മാരും നശിച്ചു പോയിട്ട് ഞാനിപ്പോ എവിടെയാ പോയെന്നറിയോ? നമ്മുടെ ചാത്തന്മാരുടെ അമ്പലത്തില്. അവിടെ പോയിട്ട് ഞാൻ സ്പെഷ്യൽ വഴിപാടും പൂജയൊക്കെ നടത്തിയിട്ടുണ്ട്. സാറിന്റെ കാര്യം നോക്കാം. തന്നെ എന്നാ സാറേ, നല്ലതാ. ആ എന്നാ ശരി, ഉഴുന്നോടെ ഞാൻ തിന്നോടാ. സാറേ അതെ, ഉഴുന്നോടെ കഴിക്കരുത്. ചിലപ്പോ ചാത്തന്റെ അവിടെ പോയി ഇത് ചെയ്തിട്ട് വന്നേക്കാണ്. ഈ ഉഴുന്നോടെ തൊണ്ടേ കുരുങ്ങിയായിരിക്കും ചിലപ്പോ സാറേ. പോലീസുകാരനാ എന്നെ നീ വരട്ടാ നിൽക്കില്ല, ഞാൻ ഉഴുന്നോടെ തിന്ന്. സാറിന് വേണ്ട ഉഴുന്നോടാ? ഉഴുന്നോടെ വേണം. സാറേ ഒരു ചായയും കൂടെ കുടിക്കും. ആ ചായയും കൂടെ കുടിക്കാം. ചായയും കുടിക്കും, ഉഴുന്നോടെ ഞാൻ തിന്നും. കേട്ടോ? തിന്നണ്ട ഇത്. ലാസ്റ്റല്ലേ നീ അങ്ങ് എവിടെയെങ്കിലും പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. സാർ ഇത്ര പെട്ടെന്ന് തിളച്ച ചായ കുടിച്ചാ? ദൈവമേ, സാറിനെ സമ്മതിക്കണം. നിന്റെ ചായയും വേണ്ട, നിന്റെ ഉഴുന്നോടെയും വേണ്ട. സത്യം പറയണ, എവിടെയാണോ ഒളിപ്പിച്ചു വെച്ചിരിക്കണേ? തൊണ്ടുപോലല്ലേ സാർ? ഞാൻ ഒരു സത്യം പറയട്ടെ. ഈ കിണറ്റിനകത്താണ് ഞാൻ വെച്ചത്. എങ്ങനെ? ഈ കിണറ്റിനകത്താണ് ഞാൻ വെച്ചത്. എന്നാ കിണറ്റിനകത്ത് ഞാൻ ഇറങ്ങും. ആഹാ, നീ എന്റെ അടുത്താണ് കളി. ഞാൻ ഈ കിണറ്റില് നീ ഇറങ്ങിയാ മതി. അല്ല, നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇറങ്ങിയാ പോരെ? ഒരുമിച്ച് ഇറങ്ങണ്ട, ഞാൻ പറഞ്ഞുതരാം. കേറടാ ഇങ്ങോട്ട്. സൂക്ഷിക്കണേ. സൂക്ഷിക്കണേ. ഞാൻ ഇവിടെ വെച്ച് നിന്റെ വില കഴിക്കുന്നു, എന്നിട്ട് നീ ചാടുന്നു. പൊങ്ങി വരുമ്പോ ആദ്യം എന്ത് വരണം? കൈ കൊണ്ടുവരണം. അപ്പൊ ഞാൻ ഈ ലോകം കിടും. അങ്ങനെ നിന്നെ കൊണ്ടുപോകും. അല്ല, നിന്നെ ഓടാൻ ഞാൻ ഒരു സ്ഥലവും തരത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് അഴിക്കാം. അഴിച്ചോട്ടെ. ഒന്ന് പ്രാർത്ഥിക്കണേ. പൊട്ടക്കിണറാ, കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. അയൽവാസി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. നിന്നെ അങ്ങനെ പോകാൻ ഞാൻ അനുവദിക്കില്ല. ഇന്നെ പറ്റിക്കാൻ നോക്കല്ലേ. അപ്പൊ ഞാൻ റെഡി 1 2 3 പറയുന്നു, നീ ചാടുന്നു, കൈ പൊങ്ങി വരുന്നു. ഓക്കെ, റെഡി? ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ സൈഡ് കറക്റ്റ് ആവില്ല. സാർ ഇപ്പുറത്തെ സൈഡ് വരുമോ? ശരി, വരാം. ഇവിടെ ഇവിടെ ചാടി ചിലപ്പോ. ശരി, റെഡി? 1 2 3 സ്റ്റാർട്ട്. അയ്യോ ദൈവമേ, അയ്യോ ആ സാറ് കിണറ്റി വീണ്. ചേട്ടൻ രക്ഷിക്കേട്ടാ, ചേട്ടൻ രക്ഷിക്ക്. നീ എസ്ഐയുടെ ഭാര്യയാടാ, എന്റെ ഭാര്യയാടാ? എടാ എന്നാലും ഒരാൾ കിണറ്റി വീഴുമ്പോ എടാ രക്ഷിക്കണ്ടടാ, ഒന്ന് സഹായിക്കടാ. നീ ഇറങ്ങി രക്ഷിക്കടാ. എനി ഭാര്യ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. വാ പോകണ്ടടാ. അയ്യോ, ഇയാളെ കിണറ്റി വീണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്നെ ആരെങ്കിലും പിടിക്കും. വേണ്ട, ഞാൻ ഓടാം. ഓടരുത്. ഓടിയാൽ ലാൽമോഹൻ ഓട്ടിച്ചിട്ട് പിടിക്കും. ആരാ നീ? ആരാ ഞാൻ? അതാ ചോദിച്ച ആരാടാ നീ? ഞാനല്ലേ. ആര്? എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പ്രസന്റ്. നീ എന്തിനിവിടെ വന്നു? ഞാൻ ഇവിടെ മൂത്രം ഒഴിക്കാൻ. മൂത്രം ഒഴിക്കണോ? അല്ല സാർ, ഞാൻ പുല്ല് പറിക്കാം. സത്യം പറഞ്ഞോ? ഈ ലാൽമോഹനെ വെട്ടി ചോടാമെന്ന് വിചാരിച്ചാൽ ലാൽമോഹൻ ഓടിച്ചിട്ട് പിടിക്കും. സാറേ, മോഹൻലാൽ സാറേ. മോഹൻലാൽ അല്ല, ലാൽമോഹൻ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചതാ, മോഹൻലാൽ. സാറേ ഇനി നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിക്കും. സാറേ, ഞാൻ സത്യം പറയട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോ ഇതുപോലെ യൂണിഫോം ഇട്ട ഒരു സാറ് ഈ കിണറ്റിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എടുത്ത് ചാടി. എന്റെ ദൈവമേ, ഞാനിതെന്ത് ചെയ്യുമോ? പത്മകുമാർ, മിസ്റ്റർ പത്മകുമാർ. എടാ കഴുപ്പണം കെട്ടവനെ, നിനക്ക് ചാടാൻ വേറെ ഒരു കിണറും കിടില്ലേടാ. എന്തിനാടാ നീ എന്റെ പണികളിലേക്കായി എന്റെ സ്റ്റേഷനിൽ തന്നെ വന്ന് ചാർജ് എടുത്തത്? അയ്യോ, ഒരു കാര്യം ചെയ്യണേ, നോക്കിയോടിക്കാതെ വല്ല കയറിട്ടോട്, ആ വള്ളി ഇട്ടോട്, കയറി വരാൻ പറ. ഇവിടെ ഇട്ടോട്, പിടിച്ചോ. സാറേ, പിടിച്ച് കയറി വാ സാറേ, ഇത് നല്ല ബലമുള്ള വള്ളിയാണ്. എന്നാലും എന്റെ പത്മകുമാറേ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? സാറേ, ചുമ്മാ കുറ്റപ്പെടുത്തൽ. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ സാറേ? അങ്ങനെയല്ല പത്മകുമാറേ, എന്നെ ഇങ്ങനെ നാണം കെടുത്തിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മറ്റുള്ള എന്റെ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നോക്കും? നീ എന്താ പത്മകുമാറെ അത് ഇതാരി? സാറേ,
യവനെ മനസ്സിലായ? ഇല്ല. സാറേ യവനാണ് കഴിഞ്ഞ മാസം എന്നെ വെട്ടിച്ചിട്ട് കോടതിയിൽ നിന്ന് കടഞ്ഞു ഇറങ്ങിയ ദിവാകരൻ. ഓർമ്മയില്ലേ ബസ്സിനകത്ത് നിന്ന് സാറിനെ കൊഞ്ഞനം കാണിച്ച പോയി? അവനാണ് സാറേ. നീ ബസ്സിനകത്തിരുന്ന് എന്നെ കൊഞ്ഞനം കുത്തി കാണിക്കല്ലേടാ. ഇന്നാടാ നിനക്ക് ഞങ്ങള് ലുക്ക് നോട്ടീസ് പതിപ്പിക്കും അല്ലേടാ. പിടിച്ചോ പിടിച്ചോ. ഇങ്ങോട്ട് വാടാ. My boy, Yes, sir. I am proud of you. Thank you, sir. You are the total police of the country, independent in the accusers of country. Okay, sir. So, ഞാൻ ഉടനെ തന്നെ ഒരു പ്രൊമോഷന് വേണ്ടി തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. Okay? Thank you, sir. Okay, okay, okay. Okay. വാടാ. 1 minute, Mr. പത്മകുമാർ. ഇവിടെ വരൂ. പത്മകുമാർ എന്തിനാണ് ഇവിടെ വന്നത്? സാറേ ഈ സാറ് വേറൊരു പ്രതിയായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ആ പ്രതി ഈ സാറിനെ എടുത്ത് കിണറ്റിട്ടിട്ട് ആ പ്രതി ഓടിക്കളഞ്ഞത്. ഓടിക്കളഞ്ഞു. Okay, okay, okay. അല്ല സാറേ, ഒരു പ്രതി പോയെങ്കിൽ എന്ത്, വേറൊരു പ്രതിയെ കിട്ടിയില്ലേ? കിട്ടി. അവന്റെ കേസും കൂടെ എവന്റെ തലയിൽ വെച്ചു കൊടുക്കാം. ഐഡിയ 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 മിസ്റ്റർ പത്മകുമാർ. Okay, sir. അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. കുറ്റം ചെയ്തവൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ട് പത്മകുമാർ ഒരു കാര്യം മനസ്സിലാക്കൂ. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വാക്കില്ലേ, പ്രൊമോഷൻ, അതൊന്ന് തിരുത്തി സസ്പെൻഷൻ എന്നാക്കിക്കൊള്ളൂ. മനസ്സിലായില്ല സാർ? യു ആർ അണ്ടർ സസ്പെൻഷൻ. സാറേ Yes.